കോമ്പൗണ്ട്സ് തമ്മിൽ എലിമെന്റ്സ്, ആറ്റംസ്, മോളിക്യൂൾസ്, കോമ്പൗണ്ട്സ് ഇവരൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായും അറിയാമോ? എലിമെന്റ്സ്, ആറ്റംസ്, മോളിക്യൂൾസ്, കോമ്പൗണ്ട്സ് ഇവരുടെയൊക്കെ വ്യത്യാസം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയോ? യെസ് ആണോ നോ ആണോ? ധൈര്യമായിട്ട് പറയൂ. നോ. വെരി ഗുഡ്. നോ. വെരി ഗുഡ്. പ്രണവിന് ഉറപ്പായിട്ട് അറിയാം. എലിമെന്റ്സിൽ ELEMENTS ആണ്. മോളിക്യൂൾസ് MOLE ആണ്. ആണോ പ്രണവേ? ആ പറ, എന്താണ് പ്രണവേ, എന്താണ് വ്യത്യാസം? ആ ആ ഓക്കെ. ആ ശരി, എന്താണെങ്കിലും സംഭവം എന്താണെന്നറിയോ? നമുക്ക് ഈ ഡെഫിനിഷൻസ് എല്ലാം നമുക്ക് കേൾക്കാനും നമുക്ക് കാണാതെ പഠിക്കാനും എളുപ്പമാണ്. പക്ഷെ എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കാൻ ഇത്തിരി പാടായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് എലിമെന്റ്സ് എന്താ, ആറ്റംസ് എന്താ, മോളിക്യൂൾസ് എന്താ, കോമ്പൗണ്ട് എന്താ, ഇത് 4 പഠിച്ചിട്ട് വിൽ സ്റ്റാർട്ട് വിത്ത് കെമിസ്ട്രി. അപ്പോൾ എഴുതിക്കോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, എലിമെന്റ്സ് ഇസ് ഈക്വൽ ടു പച്ചക്കറി. എഴുതിക്കോ, എലിമെന്റ്സ് ഇസ് ഈക്വൽ ടു പച്ചക്കറി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലോകത്ത് കാണുന്ന നമ്മളെല്ലാ കൂട്ടാനും ഉണ്ടാക്കണേ, എല്ലാ കറിയും ഉണ്ടാക്കണത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കണേ? നമ്മൾ പച്ചക്കറി വെച്ചിട്ടാണ് ഉണ്ടാക്കണേ അല്ലേ? നമ്മൾ വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഉണ്ടാക്കണേ. അതേപോലെ ഈ ലോകത്ത് കാണുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കണത് എലിമെന്റ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ക്യാരറ്റ് എന്ന് പറയുന്ന ഒരു പച്ചക്കറിയാണ്, ക്യാബേജ് എന്ന് പറയുന്നുണ്ട്, ബ്രിഞ്ചോൾ എന്ന് പറയുന്ന പച്ചക്കറിയാണ്. അതേപോലെ ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, നൈട്രജൻ, അങ്ങനെ എല്ലാ ടൈപ്പ് പച്ചക്കറിയുണ്ട്. ഇതിൽ തന്നെ നീളത്തിൽ വെള്ളമുള്ള പച്ചക്കറിയുണ്ട്, അതേപോലെ തന്നെ സോളിഡ് ആയിട്ടുള്ള പച്ചക്കറിയുണ്ട്, വേറെ ടേസ്റ്റ് ഉള്ള പച്ചക്കറിയുണ്ട്. സോ എലിമെന്റ്സിൽ തന്നെ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, അതുപോലെ ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, മറ്റേ എന്താ പറയുക സോളിഡ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് എലിമെന്റ്സ് ഉണ്ട്. സോ എലിമെന്റ്സ് ഇസ് ഈക്വൽ ടു പച്ചക്കറി. ചുമ്മാ പേര് എഴുതിക്കോ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്ന് പറഞ്ഞ പേര് എഴുതിക്കോളൂ. ഇനി നോക്കിക്കോ, നമ്മൾ ക്യാരറ്റ് എടുത്തു എന്ന് വിചാരിച്ചോ. ഓക്കെ, ക്യാരറ്റ് എടുത്തിട്ട് ക്യാരറ്റിന്റെ ഒരു കഷ്ണം എടുത്തു. അപ്പൊ ക്യാരറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണെന്ന് വിചാരിച്ചോ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്? ക്യാരറ്റിന്റെ ഒരു കഷ്ണമാണ്, ഒരു കുഞ്ഞു കഷ്ണം ക്യാരറ്റ് എടുത്തു. ഓക്കെ, ക്യാരറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കാം? തോരൻ ഉണ്ടാക്കാം. ഓക്കെ, തോരന്റെ പ്രത്യേകത എന്താണ്? ക്യാരറ്റ് മാത്രമേ ആ തോരനിലുള്ളൂ. ഓക്കെ, അതേസമയം അവിയൽ ഉണ്ടാക്കാം. അവിയൽ എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്പിൾ സാധനങ്ങൾ ഉണ്ടാവും, ക്യാരറ്റും ഉണ്ടാവും, അതേപോലെ കായ ഉണ്ടാവും, ആണല്ലോ. അപ്പൊ തോരനാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് മാത്രമായിരിക്കും ഇതിലുണ്ടാവണേ, ക്യാരറ്റ് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. സോ ഇതിൻ്റെ ഇപ്പം ഇതാണ് ആറ്റം. നിങ്ങൾക്ക് ഒന്ന് നോക്കിക്കോ. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് തോരൻ, H2 ഈസ് എ തോരൻ, ബിക്കോസ് ഇറ്റ് ഹാസ് ഓൺലി ഹൈഡ്രജൻ. ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ, ഹൈഡ്രജൻ്റെ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. H2 എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതേസമയം H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്, ക്യാരറ്റും ഉണ്ട്, കായുണ്ട്. മനസ്സിലായോ? ദിസ് ഇസ് എ കോമ്പൗണ്ട്. അപ്പോൾ എഴുതിക്കോ H2 ഈസ് എ തോരൻ, ബിക്കോസ് അങ്ങനെ തന്നെ എഴുതണം, എന്നാലേ ഭാവിയിൽ മനസ്സിലാവുള്ളൂ. H2 തോരൻ, only atoms of H is present. H2O is a compound. കോമ്പൗണ്ടിൻ്റെ ബ്രാക്കറ്റിൽ അവിയൽ കേട്ടോ, because H and O are present. Now നമ്മൾ പറയില്ലേ കഷ്ണങ്ങൾ എന്ന് പറയില്ലേ? ഇതിൽ നോക്കിയേ, H എത്ര കഷ്ണമുണ്ട്? ഈ H2 എന്ന് എഴുതിയേക്കണതിൽ എത്ര കഷ്ണമുണ്ട്? 2 കഷ്ണം ഓഫ് ക്യാരറ്റ് വന്നു, ആണല്ലോ. 2 കഷ്ണം ഓഫ് ക്യാരറ്റ് വന്നു. ഇപ്പം ഈ H ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കഷ്ണം ഓഫ് ക്യാരറ്റാണ്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കഷ്ണം ഓഫ് ക്യാരറ്റാണ്. പക്ഷെ തോരൻ്റെ ടേസ്റ്റ് വരണമെങ്കിൽ മിനിമം 2 കഷ്ണങ്ങളെങ്കിലും നമ്മൾ കഴിക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് തോരൻ്റെ ടേസ്റ്റ് വരുള്ളൂ. സോ ക്യാരറ്റ് തോരൻ്റെ പ്രോപ്പർട്ടി കാണിക്കുന്നത് H2 ആയിരിക്കും. അതേപോലെ അവിയലിൻ്റെ പ്രോപ്പർട്ടി കാണിക്കണം എന്നുണ്ടെങ്കിൽ 2 കഷ്ണം ക്യാരറ്റ് 1 കഷ്ണം ഓക്സിജനും ഒന്നിച്ച് കഴിച്ചാൽ മാത്രമേ അവിയലിൻ്റെ പ്രോപ്പർട്ടി കാണിക്കുള്ളൂ.
ഓക്കെ. പക്ഷേ ഈ കുഞ്ഞ് പീസ് ഓഫ് ക്യാരറ്റിനെയാണ് നമ്മൾ എച്ച് എന്ന് പറയണത്. കുഞ്ഞു പീസ്, കുഞ്ഞസ്റ്റ് പീസ്. പക്ഷേ ഇതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വരില്ല. ഇതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നോക്കിയേ, എത്ര ഈ കഷ്ണം എന്ന് പറയുന്നതാണ് ആറ്റംസ്. എഴുതിക്കോ, കഷ്ണം ഇസ് ഈക്വൽ ടു ആറ്റംസ്. എഴുതിക്കോ. അപ്പോൾ കഷ്ണങ്ങൾ എന്തിലൊക്കെ ഉണ്ടാവാം? നേരത്തെ പറഞ്ഞതുപോലെ പ്യുവർ ആയിട്ടുള്ളതിൽ ഉണ്ടാവാം, അതുപോലെ കോമ്പൗണ്ട്സിൽ ഉണ്ടാവാം. മോളിക്യൂൾ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, മോളിക്യൂൾ എന്നുള്ളത് ഇരിക്കട്ടെ. ഓക്കെ, പ്യുവർ ആയിട്ടുള്ള എലിമെൻറ്റിൻ്റെ ഇതാണ് സംഭവം. ഓക്കെ, നിൽക്ക് വരട്ടെ. മോളിക്യൂൾ പറഞ്ഞു തരാം, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതെന്താ സാധനം എന്ന് വീണ്ടും പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ എത്ര കഷ്ണം ഹൈഡ്രജൻ ഉണ്ട് പറഞ്ഞേ? H2 എത്ര കഷ്ണം ഹൈഡ്രജൻ ഉണ്ട്? 2 കഷ്ണം ഹൈഡ്രജൻ ഉണ്ട്. മനസ്സിലായോ? ഇതിലെത്ര കഷ്ണം ഹൈഡ്രജൻ ഉണ്ട്? കൈകൊണ്ട് കാണിച്ചു തന്നെ എത്ര കഷ്ണം ഹൈഡ്രജൻ ഉണ്ട് H2O? 2 കഷ്ണം ഹൈഡ്രജൻ ഉണ്ട്. എത്ര കഷ്ണം ഓക്സിജൻ ഉണ്ട്? എത്ര കഷ്ണം ഓക്സിജൻ ഉണ്ട്? 1 കഷ്ണം ഓക്സിജൻ ഉണ്ട്. പക്കായിട്ട് മനസ്സിലായോ? കഷ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ആറ്റം ആണെന്ന് പറഞ്ഞു. മനസ്സിലായോ? ആറ്റം ആണെന്ന് പറഞ്ഞു. ഇനി വീണ്ടും എഴുതിക്കോ, ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. C6H12O6. 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 ഇതിൽ എന്തൊക്കെ പച്ചക്കറികളുണ്ട്? ദാറ്റ് ഈസ് എലമെന്റ്സ് ഉണ്ട്. പറഞ്ഞേ, എന്തൊക്കെ എലമെന്റ്സ് ആണുള്ളത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അപ്പൊ എലമെന്റ്സ് ഇസ് ഈക്വൽ ടു കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അപ്പൊ പച്ചക്കറികളുടെ പേര് നമ്മൾ എഴുതി. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അത് എഴുതിക്കോളൂ. ഇനി അടുത്തത് കഷ്ണങ്ങൾ എത്രയുണ്ട്? അതായത് നമ്പർ ഓഫ് ആറ്റംസ്. ഓരോന്നിൻ്റെ എത്രയുണ്ട്? നമ്പർ ഓഫ് ആറ്റംസ് ഏതൊക്കെയാണ്? കാർബൺ എത്ര എണ്ണം ഉണ്ട്? 6. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 6. മനസ്സിലായോ? നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്ന് മനസ്സിലായോ? ഇത് കോമ്പൗണ്ട് ആണോ അല്ല സാധാരണ സാധനമാണോ? കോമ്പൗണ്ട്. അവിയലാണോ തോരനാണോ? ദിസ് ഇസ് എ കോമ്പൗണ്ട്, ദിസ് ഇസ് ആൻ അവിയൽ. എന്തൊക്കെ സാധനങ്ങളുണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. മനസ്സിലായോ? ഇനി ഉള്ളത് മോളിക്യൂൾ ആണ്. അപ്പോൾ മോളിക്യൂൾ ഇസ് ഈക്വൽ ടു പാക്കറ്റ് എന്ന് എഴുതിക്കോ. മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കറ്റ്. മോളിക്യൂൾ ഇസ് ഈക്വൽ ടു പാക്കറ്റ്. അപ്പോൾ ഇതിൽ നോക്കിയേ, ഇതൊരു പാക്കറ്റ്. ഓക്കെ, ഇവിടെ ഞാൻ ഒരു H2നെ പ്രതിഷ്ഠിച്ചു. ഇതിൽ എത്ര കഷ്ണമുണ്ട്? ഹൈഡ്രജൻ്റെ എത്ര കഷ്ണമുണ്ട്? 2 കഷ്ണമുണ്ട്. ഇത് രണ്ടാമത്തെ പാക്കറ്റ് H2. വീണ്ടും ഞാൻ പ്രതിഷ്ഠിച്ചു. ആ, കാണുണ്ട? എടാ എന്നെ വലുതാക്കടാ. H2 എന്ന് പറഞ്ഞിട്ട് അതന്നെ, അത് നിന്റെ സെറ്റിങ്ങിന്റെ പ്രശ്നമാണ്. 3 പാക്കറ്റുകളിൽ H2 വെച്ചു. 3 പാക്കറ്റിൽ H2 വെക്കുമ്പോഴത്തേക്കും 3 മോളിക്യൂൾസ് ഓഫ് H2 ആണുള്ളത്. ഇവിടെ ഒരു H2, ഇവിടെ ഒരു H2, ഇവിടെ ഒരു H2. ഓക്കെ, ഇസ് ഈക്വൽ ടു 3 മോളിക്യൂൾസ് ഓഫ് H2, 3 പാക്കറ്റ്സ് ഓഫ് H2. അതായത് ടോട്ടൽ കഷ്ണങ്ങൾ വിച്ച് ഇസ് ആറ്റംസ് എത്ര വരും? ആറ്റംസ് ഇസ് ഈക്വൽ ടു 6 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ എന്ന് വരും. 6 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ തോരനാണെങ്കിൽ, തോരൻ്റെ പാക്കറ്റുകളാണെങ്കിൽ നമ്മൾ പ്യുവർ എലിമെൻസിൻ്റെ മോളിക്യൂളാണെന്ന് പറയും. സോ മോളിക്യൂൾ ഓഫ് പ്യുവർ എലിമെൻസും ഉണ്ട്, മോളിക്യൂൾ ഓഫ് കോമ്പൗണ്ടും ഉണ്ട്. അത് എഴുതിക്കോളൂ. 2 types of packets, 2 types of molecule of elements and molecule of compound. അവിയലിൻ്റെ പാക്കറ്റും ഉണ്ട്, അതേപോലെ തോരൻ്റെ പാക്കറ്റും ഉണ്ട്. മോളിക്യൂൾ ഓഫ് എലിമെൻറ്റിൻ്റെ എക്സാമ്പിൾ എന്താ? H2, 3H2 എന്ന് പറഞ്ഞാൽ 3 മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ ആണ്. മോളിക്യൂൾ ഓഫ് അവിയലിൻ്റെ എക്സാമ്പിൾ എന്താണ്? 3H2O is an example of, പ്രണവ് മ്യൂട്ട് പോ. 3 molecules of H2O is an example of 3 packet of avial. 3 packet of avial. Question എഴുതിക്കോളൂ. 2CO2. 2CO2. അടുത്തത് 3NH3. 3NH3. 2CO2. 3NH3. 4 calcium carbonate CaCO3. Calcium carbonate CaCO3. You need 2 magnesium hydroxide
OH ബ്രാക്കറ്റിൽ ഇട്ടിട്ട് താഴെ ട്വൈസ്, MgOH ട്വൈസ്, ഇങ്ങനെ MgOH ട്വൈസ്. ഓക്കെ, ഇനി ഒരു സാധനം കൂടി എഴുതിക്കോ, 3 സോഡിയം സൾഫേറ്റ്, Na2SO4. ശരി, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എലമെൻറ്റ്സ്, നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻറ്റ്, അതുപോലെ നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഇത്രയും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പറയണം. യു ഹാവ് ടു ഐഡൻറ്റിഫൈ എലമെൻറ്റ്സ്, നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻറ്റ് ആസ് വെൽ ആസ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. വേഗം ചെയ്തിട്ട് പറഞ്ഞേ. അല്ലല്ല, എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറയും ഫസ്റ്റ്. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൽ മെഗ്നീഷ്യം, ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. ഓക്കെ, എത്ര മോളിക്യൂൾസ് ഉണ്ട്? 2. ആൻഡ് വാട്ട് ആർ ദ, എത്ര ആറ്റംസ് ഉണ്ട്? മെഗ്നീഷ്യം എത്ര ആറ്റംസ് ഉണ്ട്? ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? ഓക്സിജൻ 1 അല്ല. ഹൈഡ്രജനോ? ഹൈഡ്രജൻ 4. അപ്പോൾ ഓക്സിജൻ എങ്ങനെയാണ് 1 ആയേ? ഓക്സിജനും ഹൈഡ്രജനും ഒരു ബ്രാക്കറ്റിലല്ലേ കിടക്കണേ? ഒരു ബ്രാക്കറ്റിൽ കിടക്കണ സാധനത്തിൻ്റെ അർത്ഥം ഇങ്ങനെ OH എന്ന് ഒരു ബ്രാക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ 2 എന്ന് പറയുന്നത് ഈ ഓക്സിജനും ആപ്ലിക്കബിൾ ആണ്, ഈ ഹൈഡ്രജനും ആപ്ലിക്കബിൾ ആണ്. മനസ്സിലായോ? ഇതിൻ്റെ അർത്ഥം O2H2 എന്ന് വരും. O2H2 എന്ന്. അങ്ങനെയല്ല ഇതിൻ്റെ കോമ്പൗണ്ട്. പക്ഷെ എന്നാലും അതാണ്, 2 കഷ്ണങ്ങൾ ഓക്സിജനും 2 കഷ്ണം ഹൈഡ്രജനും ഉണ്ട്. അപ്പം അങ്ങനെ മൊത്തത്തിൽ 2 കഷ്ണം ഓക്സിജനും ഹൈഡ്രജനും ഇരിക്കുമ്പോൾ അങ്ങനെ 2 പാക്കറ്റ് എടുത്ത എത്ര ആറ്റംസ് ഉണ്ടാവും ഓക്സിജന്? 4. എത്ര ആറ്റംസ് ഉണ്ടാവും ഹൈഡ്രജന്? 4 എണ്ണം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ എലമെൻറ്റ്സ് മെഗ്നീഷ്യം, ഓക്സിജൻ, ഹൈഡ്രജനും ആണ്. ആറ്റംസ് എത്ര എണ്ണം? മെഗ്നീഷ്യം 2 ആറ്റംസ്, ഓക്സിജൻ 4 ആറ്റംസ്, ഹൈഡ്രജൻ 4 ആറ്റംസ്. മനസ്സിലായോ? ഉറപ്പാണോ? വിഷ്ണുവിന് മനസ്സിലായോ? ഇത് ഹോംവർക്ക് തരും ഞാൻ, അത് ചെയ്തിട്ട് എനിക്ക് അയക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ട് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി ഒരു എലമെൻറ്റിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഏതൊരു ആറ്റത്തിനെ നമ്മൾ നോക്കിയാലും ഉണ്ടല്ലോ, അതെങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക? നടുക്കൊരു ന്യൂക്ലിയസ് ഉണ്ടാവും. ഓക്കെ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടാവും. Pയും Nഉം ഉണ്ടാവും. അതിന് ചുറ്റുമാണ് ഇലക്ട്രോൺസ് ഉള്ളതെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ? പഠിച്ചിട്ടുണ്ടോ? പ്രോട്ടോൺസ്. സോ ആറ്റം, അത് നോട്ട് ചെയ്തിക്കോ. ആറ്റംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. Atoms are made up of protons, neutrons and electrons. Protons, positive charge. Neutrons, no charge. Electrons, negative charge. ഇത്രയും ഓക്കെ ആണോ? ഇത് കഴിയുമ്പോൾ നോട്ട് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ. ആ കാൽഷ്യം കാർബണേറ്റ് ഒക്കെ അത് കാരണം കറക്റ്റായിട്ട് എഴുതിയിട്ട് അയക്കണം. ഞാൻ തന്നെ ഹോംവർക്കും അയച്ചു തരണം, ഇന്ന് തന്നെ പഠിക്കണത്. ഓക്കെ, അപ്പോൾ atoms are made up of protons, neutrons and electrons. Protons and neutrons are present in nucleus. Protons and neutrons നടുക്ക് ന്യൂക്ലിയസിലാണ് പ്രസന്റ് ആയിരിക്കുന്നത്. അത് എഴുതിക്കോ. Protons and neutrons are present in nucleus. Electrons revolve around them. Electrons revolve ചെയ്യുക. അതിന് പല കോൺസെപ്റ്റ് ഉണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. Protons positive charge, electrons negative charge. Protons are positive charge, electrons are negative charge. ഇത്രയും ഓക്കെ ആണോ? ഇനി അറ്റോമിക് നമ്പറിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു തരാം. അറ്റോമിക് നമ്പർ എഴുതിക്കോ. അറ്റോമിക് നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് 5 പ്രോട്ടോൺസ്. അറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു 5 മീൻസ് ഇറ്റ് ഹാസ്, അതെഴുത്. അറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ, എഴുത്, നോട്ട് എഴുതിയോ? അറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു 5 മീൻസ് 5 പ്രോട്ടോൺസ്. അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. ഇൻ എ ന്യൂട്രൽ ആറ്റം എഴുതിക്കോ. ഇൻ എ ന്യൂട്രൽ ആറ്റം നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആയിരിക്കും. ഇൻ എ ന്യൂട്രൽ ആറ്റം, അതായത് അയോൺ അല്ലെങ്കിൽ സോഡിയം ആറ്റം ചുമ്മാ എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ഇലക്ട്രോൺസിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അറ്റോമിക് നമ്പർ മാത്രം കിട്ടിയാലും, സോ ഇഫ്
അറ്റോമിക് നമ്പർ ഇസ് ഗിവൺ, എഴുതിക്കോ. അറ്റോമിക് നമ്പർ തന്നാൽ, മലയാളത്തിൽ എഴുതിയാൽ മതി. അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്, ന്യൂട്രൽ ആറ്റത്തിൽ, അത് ഇമ്പോർട്ടൻ്റ് ആണ് ആ വാക്ക്, ന്യൂട്രൽ ആറ്റത്തിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും സെയിം ആണ്. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി പീരിയോഡിക് ടേബിൾ എന്താണെന്നുള്ളത് പറയാം. പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ്, അതിനെയാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. എഴുതിക്കോ, പീരിയോഡിക് ടേബിൾ ഈസ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ്. സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്യണം. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അല്ല, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ തോന്നുന്ന സ്ഥലത്തല്ല അല്ലേ ഇരിക്കുന്നത്. നിങ്ങളുടെ ഏജ് അനുസരിച്ചിട്ട്, നിങ്ങളുടെ കഴിവ് അനുസരിച്ചിട്ട് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. 9th സ്റ്റാൻഡേർഡിൻ്റെ കഴിവുണ്ട്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ ആയിരിക്കും ഇരിക്കുന്നത്. 10th തന്നെ നിങ്ങൾ പല ഗ്രൂപ്പുകളിലായിരിക്കും പോയിരിക്കുന്നത്. എ ഗ്രൂപ്പുണ്ട്, ബി ഗ്രൂപ്പുണ്ട്, സി ഗ്രൂപ്പുണ്ട്. അതേപോലെ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ആണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിളിൻ്റെ പ്രയോജനം എന്താണ്, ഈസി ആയിട്ട്, അപ്പോൾ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടല്ലോ, ആ ഗ്രൂപ്പിലുള്ളവരെ നമുക്ക് പെട്ടെന്ന് ഒരേപോലെ ആയിരിക്കും അവരുടെ സ്വഭാവം എന്ന് പറയുന്നത്. സോ നമുക്ക് ഈസി ആയിട്ട് ഒന്നിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ പിള്ളേരുടെ സ്വഭാവം എന്ന് പറയുന്നത്, ഓക്കെ, നിങ്ങൾക്ക് ഇന്ന ഫിസിക്കൽ ചേഞ്ചസ് വരാൻ തുടങ്ങിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇന്ന കഴിവായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അത്യാവശ്യം ഒരേപോലെ പഠിക്കാൻ പറ്റും. എന്നാലും നിങ്ങളുടെ തമ്മിലും കുറച്ച് ഡിഫറൻസ് ഉണ്ട് എന്ന് പറയാം. സോ ഒരേ ഗ്രൂപ്പിലുള്ളവർക്ക് ദേ ഹാവ് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഒരേ ഗ്രൂപ്പിലുള്ളവർ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓരോരുത്തരായിട്ട് പഠിക്കേണ്ട, മനസ്സിലായോ? അപ്പോൾ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. സോ പീരിയോഡിക് ടേബിൾ ഇസ് ബേസ്ഡ് ഓൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് എഴുതിക്കോ. അറേഞ്ച്മെന്റ് ഓഫ് പീരിയോഡിക് ടേബിൾ ഇസ് ബേസ്ഡ് ഓൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. Arrangement of periodic table is based on electronic configuration. അപ്പം ആദ്യം ബോർ ആണ്. ബോർ എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് ഇലക്ട്രോൺസിൻ്റെ ആദ്യമല്ല, ഇൻഫാക്ട് പീരിയോഡിക് ടേബിളിന് സൗകര്യമായിട്ട് ബോർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അത് പ്രകാരം പീരിയോഡിക് ടേബിളിൽ എവിടെയാണ് നമ്മുടെ എലമെന്റ്സ് വരുന്നതെന്ന് അത്യാവശ്യം ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ബോർ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂക്ലിയസ് ഇസ് അറ്റ് ദ സെൻറ്റർ. ഓക്കെ, ബോർ എന്താ പറയുന്നത്, ന്യൂക്ലിയസ് സെൻറ്റർ, അതിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ആൻഡ് ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ ഓർബിറ്റൽസ്. ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇറ്റ് റിവോൾവ്സ് ഇൻ ഓർബിറ്റൽസ്. ഓക്കെ, ഇൻ ഓർബിറ്റ്സ്. ഓർബിറ്റിൽ ഇലക്ട്രോൺസ് നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഈ ഓർബിറ്റുകളുടെ പേരുകൾ എന്തൊക്കെയാണ്, KLM എന്ന് പറഞ്ഞ് ഓർബിറ്റുകളുടെ പേരുകൾ എന്തൊക്കെയാണ്, KLMN എന്ന് പറഞ്ഞിട്ട് ഓരോരോ ഓർബിറ്റിൻ്റെ പേര്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു കാര്യം കൂടി നോക്കിയേ, ഇലക്ട്രോൺസ്, ഇവിടെ നിൽക്കുന്ന ഇലക്ട്രോൺസിനെയാണോ ന്യൂക്ലിയസ് കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്, എന്നിൽ നിൽക്കുന്ന ഇലക്ട്രോൺസിനെയാണോ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്, കെയിൽ നിൽക്കുന്നതിനെയാണോ എന്നിൽ നിൽക്കുന്നതിനെയാണോ? വിഷ്ണു എന്താ, കെയിൽ നിൽക്കുന്നതിന് അടുത്താണെന്നുണ്ടെങ്കിൽ കൂടുതൽ അട്രാക്ട് ചെയ്യും. ഓക്കെ, അട്രാക്ഷൻ ബിറ്റ്വീൻ electrons in the K and nucleus is more. പക്ഷേ എന്നും ഈ പറയുന്ന ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ കുറവായിരിക്കും. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ബോറിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം ദർ ഇസ് എ ന്യൂക്ലിയസ് അറ്റ് ദ സെൻറ്റർ. അത് കഴിഞ്ഞിട്ട് എന്താണ്, നമ്മുടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ ന്യൂക്ലിയസിന് ചുറ്റും ദേ റിവോൾവ് എറൗണ്ട് ദ ന്യൂക്ലിയസ്. ഓരോരോ ഓർബിറ്റ്, ഓരോരോ ഷെല്ലുകളിലാണ് അവർ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വായിക്കല്ലേ, ആ ഷെല്ലുകളുടെ പേരുകൾ KLMN എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ചുമ്മാ കയറി കെയിൽ ഒരു 10 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഓക്കെ, 10 ഇലക്ട്രോൺ കെയിൽ പോട്ടെ എന്ന് പറയില്ല. കെയിൽ കയറ്റാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. കെയിൽ മാക്സിമം ഇലക്ട്രോൺസ് എത്ര കയറ്റാൻ പറ്റും, 2 കയറ്റാൻ പറ്റുള്ളൂ. അതിനൊരു റൂളുണ്ട്. കെയുടെ നമ്പർ 1, എല്ലിൻ്റെ നമ്പർ 2, എമ്മിൻ്റെ നമ്പർ 3, എന്നിൻ്റെ നമ്പർ 4. ഓക്കെ ആണല്ലോ. മാക്സിമം ഇലക്ട്രോൺസ് ഒരു ഓർബിറ്റിൽ വരാൻ, ഒരു ഷെല്ലിൽ വരാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോൺസ് ഇസ് ഗിവൺ ബൈ 2n². ഓക്കെ, മാക്സിമം ഇലക്ട്രോൺസ് 2n². അപ്പോൾ എഴുതിക്കോ, നോട്ട് എഴുതിക്കോളൂ ഫസ്റ്റ് തുടക്കം തൊട്ട്. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2n⁻²2 ആണെങ്കിലേ നമ്മുടെ ഫസ്റ്റ് ഷെൽ, അതായത് K ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് കയറുമെന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കണേ, 2n എന്ന് പറയുന്നത് where n is the number assigned to the shell. Where n is the number assigned to the shell എന്ന് കൂടി എഴുതിക്കോ. n എന്ന് പറയുന്ന ആ ഷെല്ലിൻ്റെ നമ്പറാണ്. അപ്പോൾ ഇത് നോക്കിയേ, കെയുടെ നമ്പർ എന്താ 1, എല്ലിൻ്റെ നമ്പർ എന്താ 2, എമ്മിൻ്റെ നമ്പർ എന്താ 3.
ഓക്കെ. അപ്പോൾ ഇതിൽ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് കേക്ക്, n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് എല്ലിന്, n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. അപ്പോൾ ഇത് നോക്കിയ മാക്സിമം ഇലക്ട്രോൺസ് 2 × 1 സ്ക്വയർ എത്രയാ? 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 × 1 എന്നാണ് അർത്ഥം. 1 × 1 is 1, 2 × 1 is equal to 2. മാക്സിമം ഇലക്ട്രോൺസ് കെയിൽ എത്രയാണ്? 2 ആണ്. എല്ലിൽ എത്രയാണ്? 2 × 2 raised to 2. 2 raised to 2 ന്റെ അർത്ഥം എന്താണ്? 2 × 2. ഇത് 2 × 2 ആണ്. ഓക്കെ. 2 raised to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2 which is 4. 4 × 2 is equal to 8 ആണ് മാക്സിമം ഇലക്ട്രോൺസ് ഇൻ എൽ. എമ്മിനെ സംബന്ധിച്ചിടത്തോളം എത്രയാ? 2 × 3 സ്ക്വയർ. സ്ക്വയറിൻ്റെ അർത്ഥം എന്താണ്? 3 × 3. അപ്പം തന്നെ 9 കിട്ടി. 9 × 2 is equal to 18 electrons can be accommodated in M. ഇതിങ്ങനെ തന്നെ എഴുതിക്കോ, ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ എഴുതണേ. 2 × 1 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 2. മാക്സിമം ഇലക്ട്രോൺസ് ഇൻ എൽ 2 × 2 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 8. മാക്സിമം ഇലക്ട്രോൺ ഇൻ എം ഇസ് 2 × 3 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 18. മാക്സിമം ഇലക്ട്രോൺസ് ഇൻ ഔട്ടർമോസ്റ്റ് ഷെൽ ഇസ് ഈക്വൽ ടു 8. അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നോക്കാം കേട്ടോ. അറേഞ്ച്മെൻറ്റ് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞുതരാം. ഇനി ഇലക്ട്രോൺസിന് എങ്ങനെയാണ് ഫില്ല് ചെയ്യണേ? ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ ചുമ്മാ കയറി എമ്മിലോട്ട് ഇടില്ല. ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദി ഓർഡർ ഓഫ് എനർജി. അതായത് ഇലക്ട്രോൺസ് ഇപ്പോൾ കെ ഫുൾ ഫില്ലായാൽ മാത്രമേ എല്ലിലേക്ക് അക്കോമഡേറ്റ് ചെയ്യിപ്പിക്കുള്ളൂ. കെ ഫില്ലായതിനു ശേഷം എല്ല് ഫില്ലാക്കാൻ നോക്കും, എല്ല് ഫില്ലായതിനു ശേഷമേ എമ്മിലേക്ക് പോവുള്ളൂ. സോ ഇലക്ട്രോൺസ് ആർ നോട്ട് അക്കോമഡേറ്റഡ് ഇൻ എ ഗിവൺ ഷെൽ അൺലെസ് ഇന്നർ ഷെൽസ് ആർ ഫിൽഡ്. ഉള്ളിലത്തെ ഷെല്ലുകൾ ഫില്ലാവാതെ പുറത്തെ ഷെല്ലിലേക്ക് ഇലക്ട്രോൺസിനെ ദാനം ചെയ്യുന്നതല്ല. അപ്പോൾ അത് എഴുതിക്കോളൂ, നോട്ട് എഴുതിക്കോ. ഇലക്ട്രോൺസ് ആർ നോട്ട് അക്കോമഡേറ്റഡ് ഇൻ എ ഗിവൺ ഷെൽ അൺലെസ് ഇന്നർ ഷെൽസ് ആർ ഫിൽഡ്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇനി ചെയ്ത് നോക്കാം. ഇതിൽ 2-3 എണ്ണം ഇപ്പം നമുക്ക് ചുമ്മാ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് ഫുൾ ചെയ്യണം കേട്ടോ. ഇത് ഫുൾ നല്ലോണം പ്രാക്ടീസ് ആവണം. ഓക്കെ. സോഡിയം 11, സോഡിയം 11, അറ്റോമിക് നമ്പർ ഇസ് 11. എഴുതിക്കോ, നോട്ട് എഴുതിക്കോ. സോഡിയം അറ്റോമിക് നമ്പർ 11. അറ്റോമിക് നമ്പർ 11 മീൻസ് ഇത് ന്യൂട്രൽ ആറ്റം ആണോ അല്ലയോ? സോഡിയം എന്ന് പറയുന്നത് ന്യൂട്രൽ ആറ്റം ആണ്. ഇതിൻ്റെ അയോൺസ് ഒന്നും പോയിട്ടില്ല. അയോൺസ് പോയിട്ടുണ്ടെങ്കിൽ, അയോൺ ആണെങ്കിൽ Na+ എന്നോ മൈനസ് എന്നോ കാണും. ദിസ് ഇസ് എ ന്യൂട്രൽ ആറ്റം വിച്ച് മീൻസ് നമ്പർ ഓഫ് അറ്റോമിക് നമ്പറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ. എഴുതിക്കോ. നമ്പർ ഓഫ് അറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു 11 മീൻസ് നമ്പർ ഓഫ് പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു 11. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യാൻ പോവാണ്. കെയിലും എല്ലിലും എമ്മിലും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാം. നമുക്ക് പ്രോട്ടോണിൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നുമില്ല. ഇതിൻ്റെ 11 ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്, പ്രോട്ടോണിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇലക്ട്രോൺസ് ആണ് ചുറ്റുമുള്ളത്. ഇലക്ട്രോൺസിൻ്റെ ആദ്യത്തെ കെ ഷെല്ല് നമ്മൾ വരച്ചേ. കെ ഷെല്ലിൽ ഒരു ഉണ്ടയിട്ടെ, എൽ ഷെല്ലിന് അടുത്ത ഉണ്ടയിട്ടെ, തൽക്കാലം അവിടെ നിൽക്കട്ടെ. കെയില് മൊത്തം 11 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ. കെയിൽ എത്ര എണ്ണം പോവും? കെയിൽ 4 എണ്ണം പോവോടെ. എന്തോന്നടേ? കെയിൽ 2 എണ്ണം. കെയിൽ 2 ഇലക്ട്രോൺസ് പോവും. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 9 ഇലക്ട്രോൺസ്. എല്ലിൽ എത്ര എണ്ണം പോവും? എല്ലിൽ എത്ര എണ്ണം അക്കോമഡേറ്റ് ചെയ്യാം? 8 എണ്ണം അക്കോമഡേറ്റ് ചെയ്യാം. എല്ലിൽ 2 × 2 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 8 അല്ലേ? 2 × 2 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 8 അല്ലേ? അപ്പം 8 ഇലക്ട്രോൺസ് 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസ് എല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാം. എമ്മിൽ എത്ര എണ്ണം അക്കോമഡേറ്റ് ചെയ്യാം? അപ്പോൾ ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്? 8ഉം 2ഉം പോയി കഴിഞ്ഞു. അതായത് 10 എണ്ണം പോയി. ഇനി ഒരാളേ ഉള്ളൂ. അത് എങ്ങോട്ടേക്ക് പോവും? എമ്മിലേക്ക് പോവും. എമ്മിൽ 1 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യുക. ഇത് വരച്ചേ. ഫസ്റ്റ് ഇത് വരയ്ക്കൂ. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇത് നോക്കിയേ. കെയില് സോഡിയമാണ് നമ്മൾ നോക്കുന്നത്. കെയില് നമ്മൾ എത്ര എണ്ണം കൊടുത്തു? കെയില് സോഡിയം 11.
കെക്ക് 2 എണ്ണം കൊടുത്തു, എല്ലിന് 8 എണ്ണം കൊടുത്തു, എമ്മിന് 1 കൊടുത്തു. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് 281. മനസ്സിലായോ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് 281. അത് മനസ്സിലായോ? ഇനി ഇതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് ഇനി അടുത്തതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യാം. ഈ 281, അപ്പോൾ സോഡിയം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് ഈക്വൽ ടു 281 എന്ന് എഴുതിയേ. ഇനി ഇതിൽ എത്ര ഷെല്ലുകളുണ്ട്? കെ എന്നൊരു ഷെല്ലുണ്ട്, എൽ ഉണ്ട്, എം ഉണ്ട്. നമ്പർ ഓഫ് ഷെൽസ് എത്രയാ? നമ്പർ ഓഫ് ഷെൽസ് എത്രയാ? വിഷ്ണു എത്രയുണ്ട് നമ്പർ ഓഫ് ഷെൽസ്? 3. നമ്പർ ഓഫ് ഷെൽസ് ഇസ് ഈക്വൽ ടു 3. അതായത് ഇത് ഏത് പീരിയഡിലാണ്, ഇത് ഏത് റോലാണെന്ന് അറിയാമോ? ഏത് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ എത്രാമത്തെ പൊസിഷനിലാണ്? അയ്യോ, ഇതിൽ പീരിയോഡിക് ടേബിൾ ഞാൻ ഇട്ടില്ലേ? ഓക്കെ, ഒരു സെക്കൻഡ്. കാണുന്നുണ്ടോ പീരിയോഡിക് ടേബിള്? സോ കണ്ടോ, ഈ പീരിയോഡിക് ടേബിളില് എത്രാമത്തെ റോലാണ്? ഇത് കണ്ടോ, 1, 2, 3ാമത്തെ റോലാണ് സോഡിയം. എത്രാമത്തെ റോലാണ്? ഇങ്ങനെയുള്ളതാണ് റോ. ഇത് നോക്കി, ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ, ഇത് ഫോർത്ത് റോ, കെ എന്ന് പറയുന്ന ഫോർത്ത് റോ, അടുത്തത് ഫിഫ്ത്ത് റോ. ഓക്കെ, അങ്ങനെ ഇതാണ് റോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ റോ എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ, ഇത് ഫോർത്ത് റോ, ഇത് ഫിഫ്ത്ത് റോ. അപ്പം നമ്മൾ പറഞ്ഞു എത്ര ഷെല്ലുകളുണ്ട് എന്നുള്ളത് എന്ത് തരും? എത്രാമത്തെ റോലാണ് ഒരാൾ എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നോക്കി നമുക്ക്, അപ്പോൾ നമ്പർ ഓഫ് റോസ് ഇസ് ഈക്വൽ ടു, നമ്പർ ഓഫ് ഷെൽ ഇസ് ഈക്വൽ ടു റോ നമ്പർ എന്ന് എഴുതിക്കോ. പീരിയഡ് നമ്പർ, റോ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയഡ് നമ്പർ എന്നാണ് അർത്ഥം. വിച്ച് ഇസ് ഈക്വൽ ടു പീരിയഡ് നമ്പർ. മനസ്സിലായോ? വിച്ച് ഇസ് ഈക്വൽ ടു പീരിയഡ് നമ്പർ. ഇത്രയും ഓക്കെ ആണോ? പക്കായിട്ട് മനസ്സിലായോ? ഇനി ഇതിൽ തന്നെ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ പീരിയഡ് നമ്പറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് അറിയോ? ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു എന്ന് വിചാരിച്ചോ, 2ാമത്തെ റോല് 5ാമത്തെ ഗ്രൂപ്പിലുള്ള ആള്, 2ാമത്തെ പീരിയഡിലെ 5ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ് കണ്ടുപിടിക്കണം. അപ്പൊ 2ാമത്തെ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. സെക്കൻഡ് റോയിലെ സെക്കൻഡ് പീരിയഡിലെ 5ാമത്തെ ആള്, 1, 2, 5ാമത്തെ ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1, 2, 3, 4, 5th ആള് നൈട്രജൻ ആണ് നമ്മുടെ ആള് എന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് പ്രകാരം നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രൂപ്പ് നമ്പർ മറ്റേതും ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പറും പീരിയഡ് നമ്പറും, നമുക്ക് ഗ്രൂപ്പ് നമ്പറും പീരിയഡ് നമ്പറും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു സാധനത്തിൻ്റെ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഇനി നോക്കിക്കോ, അപ്പോൾ നമ്പർ ഓഫ് ഷെൽസ് 3 ആണെന്നുള്ളതിൻ്റെ അർത്ഥം പീരിയഡ് നമ്പർ 3 ആണെന്ന് മനസ്സിലായോ? ഇനിയുള്ളത് ഗ്രൂപ്പ് നമ്പർ ആണ്. ഓക്കെ, ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്താ? എഴുതിക്കോ. ഔട്ടർ മോസ്റ്റ് ഷെൽ ഇസ് ഈക്വൽ ടു, ഔട്ടർ മോസ്റ്റ് ഷെൽ എന്താ? ഇതിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്താണ്? ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ സോഡിയത്തിന്റെ ഏറ്റവും പുറത്തുള്ള ഷെൽ എന്താ? എം ഇസ് ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. എഴുതിക്കോ, എം ഇസ് ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്താ? എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ? വിഷ്ണു എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെയാണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ താഴെ ബ്രാക്കറ്റിൽ എഴുതിയ വാലൻസ് ഇലക്ട്രോൺസ് എന്ന്, വാലൻസ് ഇലക്ട്രോൺസ് എന്ന് എഴുതിയേ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇസ് എ വാലൻസ് ഇലക്ട്രോൺ വിച്ച് ഇസ് ഈക്വൽ ടു 1. മനസ്സിലായോ? വിച്ച് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, നൗ വാട്ട്, അപ്പോൾ ഗ്രൂപ്പ് നമ്പർ, ഇപ്പോൾ ഇഫ് വാലൻസ് ഇലക്ട്രോൺ ഇസ് 1 or 2, if valence electrons is 1 or 2, then group number will be 1 or 2. 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 ആയിരിക്കും, 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2 ആയിരിക്കും. വാലൻസ് ഇലക്ട്രോൺസ് 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ ഇസ് 1, വാലൻസ് ഇലക്ട്രോൺസ് 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ ഇസ് 2. മനസ്സിലായോ?
ഓക്കെ, അത് അങ്ങനെ തന്നെ എഴുതണം. ഇഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇസ് 1, ഗ്രൂപ്പ് നമ്പർ ഇസ് 1. ഇഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇസ് 2, ഗ്രൂപ്പ് നമ്പർ ഇസ് 2. അവിടെ നിൽക്കട്ടെ. ഇനി വാട്ട് ഇസ് വാലൻസി? വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാറ്റവും ചുമ്മാ കയറി നിൽക്കില്ല. ഇറ്റ് ട്രൈസ് ടു അറ്റൈൻ 8 ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്സ് ഔട്ടർമോസ്റ്റ് ഷെൽ. അത് എഴുതിക്കോ. എവറി ആറ്റം ട്രൈസ് ടു അറ്റൈൻ, എഴുതിക്കോ, എവറി ആറ്റം ട്രൈസ് ടു അറ്റൈൻ 8 ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്സ് ഔട്ടർമോസ്റ്റ് ഷെൽ. അതെങ്ങനെയാ? ബൈ ഒന്നില്ലെങ്കിൽ ഇലക്ട്രോൺസ് ദാനം ചെയ്യും, ബൈ ഗിവിങ്, ബൈ ഡൊണേറ്റിംഗ് ഇലക്ട്രോൺസ്, ഓർ ബൈ റിസീവിങ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺസ് വാങ്ങിക്കും, ഓർ ബൈ ഷെയറിങ് ഇലക്ട്രോൺസ്, അപ്പോൾ സോഡിയത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നതാണ് എളുപ്പം? ഓക്കെ, എവറി ആറ്റം ട്രൈസ് ടു അറ്റൈൻ. അപ്പോൾ സോഡിയത്തിന് എന്താണ് എളുപ്പം? കൊടുക്കുന്നതാണോ വാങ്ങുന്നതാണോ? കൊടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര ഇലക്ട്രോൺസ് കൊടുത്താൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 എണ്ണം വരും? ഒരെണ്ണം, 4. നിനക്ക് വിഷ്ണു, നിനക്ക് 4ൽ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട്. 4 അല്ലടാ, ഒരു ഇലക്ട്രോൺ കൊടുത്താൽ 281 എന്നല്ലേ കിടക്കണേ. 281ൽ 1 ഇലക്ട്രോൺ പോയി എന്ന് വിചാരിച്ചോ, 8 ഇലക്ട്രോൺ ആവില്ലേ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ? അല്ലേ? 281ൽ 1 ഇലക്ട്രോൺ പോയാൽ 8 ഇലക്ട്രോൺ ആവും. ഇനി അഥവാ എനിക്ക് ഈ 1 തന്നെ വേണമെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര ഇലക്ട്രോൺ വാങ്ങിക്കണം? 7 ഇലക്ട്രോൺസ് വാങ്ങിക്കണം. ഏതാണ് സോഡിയത്തിന് എളുപ്പം? 1 ഇലക്ട്രോൺ കൊടുക്കുന്നതാണോ 7 ഇലക്ട്രോൺ വാങ്ങിക്കുന്നതാണോ? 1 ഇലക്ട്രോൺ കൊടുക്കുന്നത്. സോ ദ വാലൻസി ഓഫ് സോഡിയം ഈസ് 1. വാലൻസി ഫോർ സോഡിയം ഇറ്റ് ഈസ് ഈസി, എഴുതിക്കോ. ഫോർ സോഡിയം ഇറ്റ് ഈസ് ഈസി ടു ലൂസ് 1 ഇലക്ട്രോൺ. ഫോർ സോഡിയം ഇറ്റ് ഈസ് ഈസി ടു ലൂസ് 1 ഇലക്ട്രോൺ to complete the octet. So valency of sodium is 1. Ni valency definition എഴുതിക്കോ. Number of valency is number of electrons accepted, received or shared by an atom. എത്ര ഇലക്ട്രോൺസ് ആണോ കൊടുക്കുന്നത് അത് വാലൻസി ആവാം. എത്ര ഇലക്ട്രോൺസ് ആണോ വാങ്ങിക്കുന്നത് അതും വാലൻസി ആവാം. എത്ര ഇലക്ട്രോൺസ് ആണോ ഷെയർ ചെയ്യുന്നത് അതും വാലൻസി ആവാം. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിസീവ്ഡ് ഓർ ലോസ്റ്റ് ഓർ ഷെയർഡ് ടു കംപ്ലീറ്റ് ദി ഒക്ടറ്റ്, അതിനെ വാലൻസി എന്ന് പറയും. വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിനെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയും. വാലൻസി എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വാങ്ങിക്കണം അല്ലെങ്കിൽ കൊടുക്കണം എന്നുള്ളതാണ്. അടുത്തത് എഴുതിയ ക്ലോറിൻ്റെ എഴുതിക്കോ. ക്ലോറിൻ അറ്റോമിക് നമ്പർ 17. അതിൽ എന്തൊക്കെ എഴുതാം? അറ്റോമിക് നമ്പർ 17 മീൻസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു 17. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു 17. നീ ആ പടം വരച്ചേ ക്ലോറിൻ്റെ, എന്നിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയേ. എല്ലാവരുടെ ബോറിന്റെ വരച്ചു കഴിഞ്ഞ, പ്രണവ് വരച്ചു കഴിഞ്ഞ മോനെ. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 287 കിട്ടിയോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 287. അപ്പോൾ നമ്പർ ഓഫ് ഷെൽസ് എത്രയാ? നമ്പർ ഓഫ് ഷെൽസ് 3. നമ്പർ ഓഫ് ഷെൽസ് ഇസ് 3. അപ്പോൾ പീരിയഡ് നമ്പർ എത്രയാ? അപ്പോൾ നമ്പർ ഓഫ് ഷെൽസ് പീരിയഡ് നമ്പർ കിട്ടും. പീരിയഡ് നമ്പർ ഇസ് ഈക്വൽ ടു 3. പീരിയഡ് നമ്പർ 3 തന്നെയാണ്. മനസ്സിലായോ? പീരിയഡ് നമ്പർ ഇസ് 3. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ഷെൽ ഏതാണ്? ഔട്ടർമോസ്റ്റ് ഷെല്ലിന്റെ പേര്, ഔട്ടർമോസ്റ്റ് ഷെല്ലിന്റെ പേര് എം ആണ്. ഔട്ടർമോസ്റ്റ് ഷെൽ എഴുത്. ഔട്ടർമോസ്റ്റ് ഷെൽ ഇസ് എം. മറ്റേത് എഴുതിയ നമ്പർ ഓഫ് ഷെൽ ഇസ് ഈക്വൽ ടു 3, പീരിയഡ് നമ്പർ ഇസ് ഈക്വൽ ടു 3 എന്ന് എഴുതിയ. നമ്പർ ഓഫ് ഷെൽ ഇസ് ഈക്വൽ ടു 3, പീരിയഡ് നമ്പർ ഇസ് ഈക്വൽ ടു 3 എന്ന് എഴുതിയ. ഓക്കെ, ഔട്ടർമോസ്റ്റ് ഷെൽ ഇസ് എം. വാലൻസ് ഇലക്ട്രോൺസ് എഴുതിക്കോ. വാലൻസ് ഇലക്ട്രോൺ ബ്രാക്കറ്റിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ അതെത്രയാ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഇസ് ഈക്വൽ ടു 7. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ അതൊന്ന് കണ്ടുപിടിക്കാം. ഗ്രൂപ്പ് നമ്പറിൽ നമ്മൾ എന്താ പഠിച്ചത്? 1 or 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1ഉം 2 ആണ്. പക്ഷേ
for 3, 4, 5, 6, 7, 8. For 3 to 8 valence number ആണെങ്കിൽ group number is 10 plus that number. 10 plus valence electrons. So group number for valence electrons. അപ്പോൾ for group number എഴുതിക്കോ, group number of atoms, group number of atoms for valence electrons from 3 to 8. For valence electrons from 3 to 8 is 10 plus number of valence electrons. 10 plus number of valence electrons. Okay. അപ്പോൾ ഈ നമ്മുടെ ക്ലോറിന് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 7 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ വാട്ട് ഈസ് ദ ഗ്രൂപ്പ് നമ്പർ? ഗ്രൂപ്പ് നമ്പർ ഇസ് ഈക്വൽ ടു 10 പ്ലസ് 7 ഇസ് ഈക്വൽ ടു 10 പ്ലസ് 7 ഇസ് ഈക്വൽ ടു 17. 10 plus 7 is equal to 17. അപ്പോൾ group number is equal to 17 and period is equal to 3. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ക്ലോറിനെ കണ്ടുപിടിക്കണേ നമുക്ക് നോക്കാം. 17th ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് 18th ഗ്രൂപ്പ്, ഇതാണ് 17th ഗ്രൂപ്പ്. ദേ ഇവിടെ കാണല്ലേ, ഇതാണ് 17th ഗ്രൂപ്പ്. 17th ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ട്. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എല്ലാവരും 17th ഗ്രൂപ്പിലാണ്. അപ്പോൾ ഇതിൽ എത്രാമത്തെ പീരീഡിലാണെന്ന് അറിഞ്ഞാലേ നമുക്ക് ആളെ കിട്ടുള്ളൂ. നോക്കിയേ, എത്രാമത്തെ പീരീഡിലാണ്? മൂന്നാമത്തെ പീരീഡിലാണ്. ദേ മൂന്നാമത്തെ പീരീഡ്. മൂന്നാമത്തെ പീരീഡിൽ 17ാമത്തെ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ചേട്ടനെ കിട്ടിയോ? ക്ലോറിൻ Cl സംഭവം കിട്ടിയോ? ആളെ പിടിയിട്ടിയോ? ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് നമ്പർ കിട്ടി. നൗ വാലൻസി എഴുതിക്കോ. വാലൻസി എത്രയാണ് ഇതിൻ്റെ? വാലൻസി ഈസ് ഈക്വൽ ടു 1 ആണ്. ഇവിടെ കണ്ടോ, 1 ആണ്. എന്തുകൊണ്ടാണ് 1 ആയ വാലൻസി? കാരണം 287 ആണ്. ഈ ക്ലോറിന് എന്ത് ചെയ്യാനാ സൗകര്യം? 1 ഇലക്ട്രോൺ റിസീവ് ചെയ്യുക. എത്ര ഇലക്ട്രോൺ റിസീവ് ചെയ്തു? 1 ഇലക്ട്രോൺ റിസീവ് ചെയ്തു. സോ വാലൻസി ഈസ് 1. കണ്ടോ, വാലൻസ് ഇലക്ട്രോൺ ഡിഫറെൻ്റ് ആണ്, വാലൻസി ഡിഫറെൻ്റ് ആണ്. പുരിഞ്ചതാ, പക്ക പുരിഞ്ചതാ. ഇനി എഴുതിക്ക, 2 എണ്ണം ചെയ്തേ വേഗം. ആർഗൺ അറ്റോമിക് നമ്പർ 18ഉം ആർഗൺ അറ്റോമിക് നമ്പർ 18, അലൂമിനിയം അറ്റോമിക് നമ്പർ 13, അലൂമിനിയം അറ്റോമിക് നമ്പർ 13, മെഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12. 3 എണ്ണം ചെയ്തോ? ഇല്ല, പറഞ്ഞു തരൂല്ല. പൊട്ടാഷ്യം അറ്റോമിക് നമ്പർ 19. ആദ്യം പടം വരച്ചോ, അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നമ്പർ ഓഫ് ഷെൽസ് എല്ലാം എഴുതിക്കോളൂ. ഇവിടെയാണ് ബോറിൻ്റെ ഒരു ലിമിറ്റേഷൻ വരാൻ പോകുന്നത്. ലിമിറ്റേഷൻ അല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ട് വരാൻ പോകുന്നത്. 2881 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതെങ്ങനെയാണ് 2881 എന്ന് വന്നേ? കാരണം നമുക്ക് KLM ആണുള്ളത്. അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ 19 നോക്കിക്കഴിഞ്ഞാൽ 2M ഷെൽ, 2K ഷെല്ലിൽ 2 അക്കോമഡേറ്റ് ചെയ്യാം. 19 ആണ് നമ്മുടെ ഇലക്ട്രോൺസ്. L ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാം. M ഷെല്ലിൽ ശരിക്കും പറഞ്ഞാൽ 18 ഇലക്ട്രോൺസ് കൊള്ളും. എനിക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള 9 ഇലക്ട്രോൺസിനെ M ഷെല്ലിലേക്ക് കയറ്റാം. പക്ഷേ ബോർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ ഏതാ? M ഷെല്ലാണ്. ഇപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലാണോ അതിൽ 8 ഇലക്ട്രോൺസിൽ കൂടുതൽ വരാൻ പാടില്ല എന്ന് ബോർ പറഞ്ഞിട്ടുണ്ട്. ബോർ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല, നമ്മൾ 8 ഇലക്ട്രോൺസേ കൊടുക്കുള്ളൂ. അങ്ങനെ M ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കൊടുത്തിട്ട് N ഷെല്ലിൽ 1 ഇലക്ട്രോൺ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 1 ആവും. 2881 ആവും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ള എക്സ്പ്ലനേഷൻ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്താണ്? എഴുതിക്കോ. ഔട്ടർ മോസ്റ്റ് ഷെൽ N ആണ്. ഔട്ടർ മോസ്റ്റ് ഷെൽ N ആണ്. പീരിയഡ് നമ്പർ 4. നമ്പർ ഓഫ് റോസ്, നമ്പർ ഓഫ് ഷെൽസ് ഇസ് ഈക്വൽ ടു 4. പീരിയഡ് നമ്പർ ഇസ് ഈക്വൽ ടു 4. പിന്നെ വാലൻസ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു 1. വാലൻസ് ഇലക്ട്രോൺസ് 1 ആണ്. വാലൻസിയും 1 ആണ്, കാരണം ഒരെണ്ണം കൊടുത്താൽ മതി. ഗ്രൂപ്പ് നമ്പറും 1 ആണ്. ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ. സോ ബോർഡ്സ് ലിമിറ്റേഷൻ, explanation as to why there is a different electronic configuration. എഴുതിക്കോ. limitation of Bohr. explanation as to why electronic configuration of atoms with more than 18 electrons
was not very clear. Okay, രണ്ടാമത്തെ റീസൺ എന്തോ സെക്കൻഡ് റീസൺ എന്താണ് with advent of advanced microscopes and other technologies, position of electrons was found out to be not in a ഷെൽ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോഴല്ലോ ഷെല്ലുകളിലല്ല ഇലക്ട്രോൺസ് എന്നുള്ളത് മനസ്സിലായി. It was determined that electrons were arranged in different energy levels inside a shell. പല എനർജി ലെവൽ, ഈ എനർജി ലെവലിൽ തന്നെ എഴുതിക്കോ, it was determined that electrons were arranged in different energy levels inside a shell. This is known as sub-energy levels or subshells. This is known as sub-energy level or subshell. അപ്പോൾ സബ്ഷെൽ എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഡെഫിനിഷൻ എഴുതിയേ. സബ്ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ electrons are arranged, electrons in each energy level എഴുതിക്കോ, electrons in each energy level is arranged in a sub-energy level. Each sub-energy level is called a subshell. Each sub-energy level is called a subshell, named as SPDF. കുത്ത് കുത്ത് കുത്ത്. Named as SPDF. കുത്ത് കുത്ത് കുത്ത്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു തരാം. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇപ്പം ജസ്റ്റ് നോട്ട് എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇവിടെ കെയുടെ സംഭവം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കിട്ടിയില്ല എന്ന് മാത്രമല്ല, കുറേ സ്റ്റഡീസ് വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ്, നമ്മൾ എന്താണ് നോട്ട് ചെയ്തത്? വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് നമ്മൾ എഴുതി അല്ലേ. അത് മാത്രമല്ല, മോർ സ്റ്റഡീസ് വർ ഹാപ്പനിങ് റിലേറ്റഡ് ടു ദി അറ്റോമിക് സ്ട്രക്ചർ. ഓക്കെ, അങ്ങനെ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും, അതേപോലെ കുറേ പൊസിഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും കുറേ സ്റ്റഡീസ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ അബ്സോർപ്ഷൻ സ്പെക്ട്രം, റേഡിയേഷൻ സ്പെക്ട്രം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റഡീസ് ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു. So more studies related to the nature and position of the electrons. ഈ ഇലക്ട്രോൺസിൻ്റെ നേച്ചർ എന്താണ്, ഇലക്ട്രോൺസ് ഈ ആറ്റത്തിൽ എവിടെയാണ് പൊസിഷൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള സ്റ്റഡീസ് ഭയങ്കരമായിട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ ആ നോട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ഒന്നുകൊണ്ട് വായിച്ചേ. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് പോലത്തെ ഹൈഫൈ ടെക്നോളജീസ് വന്നു. അതേപോലെ തന്നെ അറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അറ്റോമിക് സ്ട്രക്ചറിൽ തന്നെ ഇലക്ട്രോൺസിൻ്റെ നേച്ചറിനെ പറ്റി പഠിക്കാൻ തുടങ്ങി, ഇലക്ട്രോൺസിൻ്റെ പൊസിഷനെ പറ്റിയിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്കും ബോറിൻ്റെ ഈ കറക്റ്റായിട്ട് നമ്മുടെ സൂര്യന് ചുറ്റും ഏർത്ത് പ്രദക്ഷിണം വെക്കുന്നത് പോലെയാണ് ഇലക്ട്രോൺസ് അങ്ങ് പ്രദക്ഷിണം വെക്കുന്നതെന്ന് പറയുന്നതിന് കുറേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, ഷെല്ല് മാത്രമല്ല, ഷെല്ലിൻ്റെ ഉള്ളിൽ തന്നെ വേറെ എനർജി ലെവലുകളുണ്ട്. ആ എനർജി ലെവലിലാണ് നമുക്ക് ഇലക്ട്രോൺസിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ എനർജി ലെവലാണ് ഷെല്ല് എന്ന് പറയുന്നത്. ആ എനർജി ലെവലിൻ്റെ ഉള്ളിലത്തെ സബ് എനർജി ലെവൽ, അവിടെയാണ് നമുക്ക് ഇലക്ട്രോൺസിനെ മിക്കവാറും കാണാൻ പറ്റുന്നത്. ആ സബ് എനർജി ലെവൽസിനെയാണ് നമ്മൾ സബ് ഷെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സബ് ഷെൽസിൻ്റെ പേര് SPDF എന്നാണ് സബ് ഷെല്ലുകളുടെ പേര്. ഇത്രയും സംഭവം മനസ്സിലായോ? ഇനി SPDF എന്ന പേര് വരാൻ കാരണം എന്താ? ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ
ഷേപ്പ്, അവരുടെ ഷേപ്പ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ SPDF എന്ന് പേര് കൊടുത്തേക്കുന്നത്. എസിന്റെ ഫുൾ ഫോം എഴുതിക്കോ, ഷാർപ്പ്. എസിന്റെ ഫുൾ ഫോം Pയുടെ പ്രിൻസിപ്പൽ, Pയുടെ പ്രിൻസിപ്പൽ, Dയുടെ ഡിഫ്യൂസ്, Fന്റെ ഫണ്ടമെന്റൽ. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഷേപ്പ് ആണെന്ന്, അങ്ങനെയല്ല, ഇതിന് ഓരോരോ പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. ഈ ഒരു സബ്ഷെൽസിനൊക്കെ ഓരോരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ദീസ് നെയിംസ് ആർ ആക്ച്വലി ബേസ്ഡ് ഓൺ സർട്ടൻ പ്രോപ്പർട്ടീസ്. ഈ SPDFന്റെ പേരുകളെല്ലാം കുറച്ച് അവർ എക്സിബിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇങ്ങനെ പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ SPDF എന്ന് പറയുന്നതാണ് സബ്ഷെൽസ് എന്ന് പറയുന്നത്. അപ്പം തൽക്കാലം നമുക്ക് നിർത്താം, ബാക്കി നാളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് സെഷൻ ആയിരിക്കും നാളെ, സബ്ഷെൽസിൻ്റെ ഡീറ്റെയിൽ സെഷൻ. ഇത്രയും തറവാക്കി കൊണ്ടുവരണം, ഇന്നത്തെ പക്ക തറവാക്കി കൊണ്ടുവരണം. ഇന്നത്തേന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആണ് നാളത്തെ സബ്ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ, ശരി.